Welcome to a new session of MA Academia. So, we will discuss the super heterodyne AM receiver. Okay. അപ്പോൾ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ പഠിച്ചു. മോഡുലേഷൻ എന്ന് പറയുന്നത് ഒരു ലോ ഫ്രീക്വൻസി സിഗ്നലിനെ ഹൈ ഫ്രീക്വൻസി കാരിയറിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മൾ മോഡുലേറ്റ് ചെയ്ത് കിട്ടുന്ന ആ വേവിനെ നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യും. വൺസ് അത് ചാനലിൽ കൂടെ വയർഡ് ആവും, വയർലെസ് ആവും, ചാനലിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മളത് എന്ത് ചെയ്യും, റിസീവ് ചെയ്യും അല്ലേ. ആ റിസീവർ സൈഡ്, ഇപ്പോൾ എ എമ്മിൻ്റെ റിസീവർ സൈഡാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിന് ശരിക്കും നമ്മൾ പറയണത് സൂപ്പർ ഹെട്രോഡൈൻ എ എം റിസീവർ എന്നാണ്. ഓക്കെ. അപ്പം നമ്മൾ റിസീവ് ചെയ്യുന്ന റിസീവറിൽ നമുക്ക് വേണ്ട കമ്പോണൻസ് ബ്ലോക്ക് ഡയഗ്രാമാണ് കൊടുത്തിരിക്കണേ. ഒരു ആൻറ്റിന വേണം, ഒബ്വിയസ്ലി നമുക്കത് റിസീവ് ചെയ്യണമെങ്കിൽ റിസീവിങ് ആൻറ്റിന വേണം. പിന്നെ RF ആംപ്ലിഫയർ, മിക്സർ, IF ആംപ്ലിഫയർ, AM ഡിറ്റക്ടർ, ഓഡിയോ ഡ്രൈവർ, ഓഡിയോ പവർ ആംപ്ലിഫയർ, പിന്നെ ഒരു സ്പീക്കർ. അപ്പം ഇനീഷ്യലി നമുക്ക് RF ആംപ്ലിഫയറിനെയും മിക്സറിനെയും IF ആംപ്ലിഫയറിനെയൊക്കെ ജോയിൻ ചെയ്യുന്ന ഒരു ലോക്കൽ ഓസിലേറ്റർ കൂടെ ഉണ്ട്. അപ്പോൾ ഇത്രയും കമ്പോണൻസ് വെച്ചിട്ടാണ് AM റിസീവർ ചെയ്യണത്. അപ്പോൾ ഒരു റിസീവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ബേസിക്കായിട്ട് നമുക്ക് 3 ക്വാളിറ്റീസ് ഉണ്ടെങ്കിലാണ് അതൊരു ബെസ്റ്റ് റിസീവർ എന്ന് പറയുന്നത്. ഒന്ന്, സെലക്റ്റീവ് ആയിരിക്കണം. അതായത് നമുക്ക് ആവശ്യമുള്ള സിഗ്നൽസ്, ഇപ്പോൾ നമുക്കറിയാം ആൻറ്റിന വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിനയ്ക്ക് ചുറ്റും അതിൻ്റെ റിസീവിങ് റേഞ്ചിൽ ഒത്തിരി സിഗ്നൽസ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള സിഗ്നൽ മാത്രം റിസീവ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ റിസീവിങ് ആൻറ്റിനയ്ക്ക് വേണ്ട ഒരു ആൻറ്റിനയ്ക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് സെലക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിനാവശ്യമുള്ള സിഗ്നലിനെ മാത്രം സെലക്ട് ചെയ്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള സിഗ്നൽസിനൊക്കെ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തിങ് റിസീവറിന് വേണ്ടതാണ് സെലക്ടിവിറ്റി. ഇനി രണ്ടാമത്തത് സെൻസിറ്റിവിറ്റി. അതായത് നമ്മൾക്ക് ആവശ്യമുള്ള സിഗ്നൽ ഈവൺ അത് ഇച്ചിരി വീക്ക് സിഗ്നൽ ആണെങ്കിൽ കൂടെ അതിനെ സെൻസ് ചെയ്യാനുള്ള, അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ്, മനസ്സിലായി. എന്നിട്ട് പിന്നീട് നമുക്കത് ആംപ്ലിഫൈ ചെയ്താൽ മതി. പക്ഷെ വൺസ് അത് ഡിറ്റക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് സെൻസിറ്റിവിറ്റി. നമുക്ക് ആവശ്യമുള്ള റിക്വയർഡ് ആയിട്ടുള്ള സിഗ്നലിൻ്റെ വീക്ക് സിഗ്നലിൽ വരെ, ആ ഫ്രീക്വൻസി സിഗ്നലിനെ വരെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ സെൻസ് ചെയ്യാൻ പറ്റണം. ഓക്കെ. മൂന്നാമത്തതാണ് ഫിഡലിറ്റി. അതായത് ഫിഡലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സിഗ്നൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കരിയറിനകത്തേക്ക് നമ്മുടെ ഇൻഫർമേഷനെ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട്, ഓഡിയോ സിഗ്നൽസിനെ സൂപ്പർ ഇമ്പോസ് ചെയ്ത്, ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് വിടുന്നത്. റിസീവർ സൈഡിലും നമ്മൾ അതിനെ ഡിമോഡുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കരിയറിൽ വെച്ചിരിക്കുന്ന എല്ലാ ഓഡിയോ സിഗ്നൽസിനെയും ഫ്രീക്വൻസീസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, തിരിച്ച് ഡിറ്റക്ട് ചെയ്ത് എടുക്കാൻ പറ്റണം. അതായത് എന്താ പറയണത്, റീകൺസ്ട്രക്ട് ചെയ്ത് എടുക്കാൻ പറ്റണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിഡലിറ്റി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കാരിയറിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത എല്ലാ സിഗ്നൽസിൻ്റെ വേരിയേഷൻസിനെയും നമുക്ക് റിസീവർ സൈഡിലും അതേപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്താ പറയുക, ഫിഡലിറ്റി അച്ചീവ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിസീവറിന് വേണ്ട 3 കാര്യങ്ങൾ: സെൻസിറ്റിവിറ്റി, സെലക്ടിവിറ്റി, ഫിഡലിറ്റി. അപ്പോൾ ഇത് 3 അച്ചീവ് ചെയ്യുന്ന രീതിയിലാണ് സൂപ്പർ ഹെട്രോഡൈൻ AM റിസീവർ പിന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് റിസീവിങ് ആൻറ്റിനയാണ്. അപ്പോൾ ആൻറ്റിന നമുക്കറിയാം ഇൻകമിങ്, അതിന് ചുറ്റുമുള്ള അതിൻ്റെ റിസീവിങ് റേഞ്ചിലുള്ള എല്ലാ സിഗ്നൽസിനെയും അതെന്ത് ചെയ്യും, അതിനകത്തുനിന്ന് നമുക്ക് ആവശ്യമുള്ള ഫ്രീക്വൻസീസിനെയൊക്കെ അതെന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ എന്നിട്ട് അതിനെന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ആൻറ്റിന അതിനെന്ത് ചെയ്യും, ആൻറ്റിന ഇപ്പോൾ ഒരു വേവ് ആയിട്ടായിരിക്കും തന്നെ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിട്ടാണ് വരുന്നത്. അതിന് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കറസ്പോണ്ടിങ് കറണ്ടും വോൾട്ടേജ് ആയിട്ട് ആൻറ്റിന എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. അപ്പോൾ റിസീവ് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക, ഇതാണ് ആൻറ്റിനയുടെ ഫസ്റ്റ് ഡ്യൂട്ടി. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ RF ആംപ്ലിഫയർ ആണ്. റേഡിയോ ഫ്രീക്വൻസി നമുക്കറിയാം ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് ആണ് റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ. അപ്പോൾ ഇതാണ് കാരിയർ. അപ്പോൾ ഈ കാരിയർ സിഗ്നൽസ് ലോങ് ഡിസ്റ്റൻസ് സ്പേസിൽ ട്രാവൽ ചെയ്തിട്ട്, എയറിൽ ട്രാവൽ ചെയ്തിട്ടായിരിക്കും എവിടെ വരണത്, ആൻറ്റിനയുടെ അവിടെ വരണത്. അപ്പോൾ ഇറ്റ് വിൽ ബി വീക്ക്, അത് ഭയങ്കര വീക്കായിരിക്കും. അപ്പോൾ നമ്മൾ ആ സിഗ്നൽസിനെ എന്ത് ചെയ്യണം, ബൂസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ആംപ്ലിഫൈ ചെയ്യണം അല്ലേ. ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വീക്കായിട്ട് വരുന്ന സിഗ്നലിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യണം. അതാണ് RF ആംപ്ലിഫയറിൽ നമ്മൾ ചെയ്യുന്നത്, ആംപ്ലിഫൈ ചെയ്യും ആ സിഗ്നൽസിനെ. ഓക്കെ. അപ്പോൾ അതാണ് RF ആംപ്ലിഫയറിൽ നമ്മൾ ചെയ്യണത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഫ്രീക്വൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ, അൺവാണ്ടഡ് ഫ്രീക്വൻസീസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അൺവാണ്ടഡ് ഫ്രീക്വൻസി റിജക്റ്റ് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള സിഗ്നൽസിനെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് RF ആംപ്ലിഫയർ. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് മിക്സറാണ്. അപ്പോൾ നമുക്ക് പറയാം നമ്മുടെ കയ്യിലിരിക്കുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹൈ ഫ്രീക്വൻസി സിഗ്നലാണ് അല്ലേ. ഈ ഹൈ ഫ്രീക്വൻസി സിഗ്നലിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഓഡിയോ ഫ്രീക്വൻസിയിലോട്ട് എത്തിക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അതിനെന്തിലോട്ട് ചെയ്യിക്കും, ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലോട്ട് കൊണ്ടുവരും. മനസ്സിലായി. ഇപ്പോൾ പല ഫ്രീക്വൻസീസ് ആയിരിക്കും പല ഇൻസ്റ്റൻറ്റിലും നമ്മൾ റിസീവ് ചെയ്യണത്. അപ്പോൾ അതിനൊക്കെ ഒരു കോമൺ, ഒരു സ്റ്റാൻഡേർഡ് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലോട്ട് കൊണ്ടുവരുവാണ് ആദ്യം ചെയ്യണത്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മളിവിടെ എന്ത് വെച്ചിരിക്കുന്നത്, ഒരു ലോക്കൽ ഓസിലേറ്റർ വെച്ചിരിക്കുന്നത്.
അപ്പോൾ ഈ ലോക്കൽ ഓസിലേറ്റർ വെച്ചിട്ട് നമ്മൾ ഒരു ഫ്രീക്വൻസി അവിടെ ജനറേറ്റ് ചെയ്യണം. അതായത് നമുക്ക് മിക്സ് ചെയ്യണമെങ്കിൽ, അതായത് ഇതാണ് ലോക്കൽ ഓസിലേറ്റർ, ഇവിടെ നിന്ന് ഒരു ഫ്രീക്വൻസി വരും, അതിന് FLO എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് റിസീവ് ചെയ്യണ ഫ്രീക്വൻസി ഉണ്ട്, സിഗ്നലിൻ്റെ ഫ്രീക്വൻസി FS. ഇവർ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ഒരു വേവ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളെയാണ്, ഓസിലേറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഇതിനൊരു ഫ്രീക്വൻസി ഉണ്ടാവും, ആ ഫ്രീക്വൻസി നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്നെ കൊടുത്തിരിക്കുന്ന FLO എന്നാണ്. അപ്പോൾ ലോക്കൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വേവ് കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളെയാണ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. ഇനി മിക്സറിനകത്ത് ആക്ച്വലി എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടിനെയും കൂടെ മിക്സ് ചെയ്യും. ഇപ്പോൾ രണ്ട് രീതിയിൽ മിക്സ് ചെയ്യാം. FS പ്ലസ് FLOയും ചെയ്യാം, FS മൈനസ് FLOയും ചെയ്യാം. അതായത് സം ചെയ്യും, ഡിഫറൻസും ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിതിനകത്ത് ഏതെങ്കിലും ഒരു വേവ് മതി. നമുക്കറിയാം നമുക്ക് ചെറിയ ഫ്രീക്വൻസിയിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ സം ചെയ്യുമ്പോൾ പിന്നീട് ഹയർ ഫ്രീക്വൻസീസിലോട്ടാണ് പോവുക. അപ്പോൾ ലോവർ ഫ്രീക്വൻസിനെ മാത്രം നമ്മളിതിനകത്ത് എന്ത് ചെയ്യുള്ളൂ? ജനറേറ്റ് ചെയ്യുള്ളൂ, FS മൈനസ് FLO. അപ്പോൾ നമ്മളൊരു ഇൻ്റർമീഡിയറ്റ് ആ സിഗ്നലിനെ അതിൻ്റെ ആ ഫ്രീക്വൻസിയിൽ നിന്ന് ഒരു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലോട്ട് നമ്മൾ കൊണ്ടുവന്നു. ഓക്കെ, അതാണ് IF, ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി. ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിനെ നമ്മളൊന്നും കൂടെ എന്ത് ചെയ്യും? ആംപ്ലിഫൈ ചെയ്തെടുക്കും. IFനെ നമ്മളൊന്ന് ആംപ്ലിഫൈ ചെയ്യും, IF ആംപ്ലിഫയർ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ശരിക്കും AM-ൻ്റെ കേസിൽ നമ്മൾ എപ്പോഴും കൂടുതൽ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 455 kHz ആണ്. അതൊരു സ്റ്റാൻഡേർഡ് ഫ്രീക്വൻസിയാണ്. AM-ൻ്റെ കേസിൽ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 455 kHz ആണ് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ പിന്നെ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ AM ഡിറ്റക്ടറിലോട്ട് കൊടുക്കും. ഡിറ്റക്ടർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് മോഡുലേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ എൻക്രിപ്റ്റ് ചെയ്ത് എൻകോഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ അവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക, ട്രാൻസ്മിറ്റർ സൈഡിൽ നിന്ന്. റിസീവർ സൈഡിലോട്ട് എത്തുമ്പോൾ നമ്മളിനകത്ത് നമ്മുടെ ഓഡിയോ സിഗ്നൽസിനെ മാത്രം തിരിച്ചെടുക്കണം, അല്ലെ? ഡിമോഡുലേറ്റ് ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്തിട്ടൊക്കെ എടുക്കണം. അപ്പോൾ അതാണ് AM ഡിറ്റക്ടർ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ആ സിഗ്നലിൽ നിന്ന് AM-ൻ്റെ നമ്മുടെ ആവശ്യമുള്ള കാരിയർ മാറ്റി നമുക്ക് ആവശ്യമുള്ള സിഗ്നലിനെ, നമ്മുടെ മെസ്സേജ് സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്തെടുക്കുന്നതാണ് എന്ത് ചെയ്യണത്? AM ഡിറ്റക്ടർ ചെയ്യുക. ഓക്കെ, അതായത് ഡിമോഡുലേഷനും ഡീക്രിപ്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ആയിരിക്കും ചെയ്യണത്. അതിനുശേഷമാണ് ഓഡിയോ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി ഇത്രേ ഉള്ളൂ. നമുക്ക് കേൾക്കണമെങ്കിൽ ഒരു സ്പീക്കറിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫെഡ് ചെയ്യണം, അല്ലേ? അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പവർ, ആ സ്പീക്കറിന് ആവശ്യമായിട്ടുള്ള പവറിലോട്ട് എത്തിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ് ഓഡിയോ പവർ ആംപ്ലിഫയർ. അപ്പോൾ ഓഡിയോ സിഗ്നൽ ആവും. ആ ഓഡിയോ സിഗ്നൽ ഇപ്പോൾ AM ഡിറ്റക്ടറിൻ്റെ ഔട്ട്പുട്ടിൽ എന്തായാലും ഓഡിയോ സിഗ്നലാണ്. അതൊരു ഡ്രൈവർ വഴി ഓഡിയോ പവർ ആംപ്ലിഫയർ വഴി സ്പീക്കറിൽ കൊടുക്കും. അതായത് ആ സ്പീക്കറിന് ആവശ്യമായിട്ടുള്ളൊരു പവർ ലെവലിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഓഡിയോ പവർ ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ സിഗ്നലിനെ എവിടെ കേൾക്കും? സ്പീക്കറിൽ കേൾക്കും. അപ്പോൾ ദിസ് ഈസ് വാട്ട് ഹാപ്പൻ ഇൻ എ സൂപ്പർ ഹെട്രോഡൈൻ AM റിസീവർ. ഇതിനെന്തുകൊണ്ടാണ് ഹെട്രോഡൈൻ എന്ന് പറയുന്നത്? റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെട്രോഡൈൻ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം മിക്സിംഗ് ആണ്. മിക്സിങ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെട്രോഡൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സിഗ്നൽസിനെ മിക്സ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മളതിനെ സൂപ്പർ ഹെട്രോഡൈൻ AM റിസീവർ എന്ന് പറയും. സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ എന്ന് പറയുന്നത് AM റിസീവർ മാത്രമല്ല, ഇറ്റ് ക്യാൻ ബി FM റിസീവർ. ആ മിക്സിംഗ് ആക്ഷൻ നടക്കുന്ന എല്ലാത്തിനെയും സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ എന്നാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ആൻറ്റിന എന്ന് പറയുന്നത് അതിൻ്റെ റിസീവിങ് റേഞ്ചിലുള്ള സിഗ്നൽസിനെയൊക്കെ അത് റിസീവ് ചെയ്ത് കറസ്പോണ്ടിങ് കറണ്ട് ആൻഡ് വോൾട്ടേജോട്ട് ആക്കുന്നതാണ് ആൻറ്റിന. RF ആംപ്ലിഫയർ ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വീക്കായിട്ട് വരുന്ന RF സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ RF ആംപ്ലിഫയർ എടുക്കുന്നത്. പിന്നെ അത് സെലക്ട് ചെയ്യും, നമുക്ക് ആവശ്യമുള്ള ഫ്രീക്വൻസി മാത്രം എടുക്കും. മിക്സർ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഫ്രീക്വൻസിനെ മിക്സ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹെട്രോഡൈനിങ് എന്ന് പറയുന്നത്. നമ്മളതിനെ രണ്ടെണ്ണം ചെയ്യും, FS പ്ലസ് FLOയും ചെയ്യും, FS മൈനസ് FLOയും ചെയ്യും. നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സബ്ട്രാക്ഷനാണ് എടുക്കുന്നത്. ആ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി AM-ൻ്റെ കേസിൽ 455 kHz ആണ്. ഓക്കെ, എന്നിട്ട് അതിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യും. ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിനെ ഡിറ്റക്ടറിൽ അതിനെ ഡിമോഡുലേറ്റ് ചെയ്ത് ഡീക്രിപ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഓഡിയോ സിഗ്നലിനകത്ത് എക്സ്ട്രാക്ട് ചെയ്യും. ഓഡിയോ ആംപ്ലിഫയറിൽ കൊടുത്ത് അതിൻ്റെ പവർ ലെവൽ ബൂസ്റ്റ് ചെയ്യും ഇൻ ഓർഡർ ടു ഡ്രൈവ് ദ സ്പീക്കർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്പീക്കറിലൂടെ നമ്മൾ തിരിച്ച് നമ്മുടെ ഓഡിയോ സിഗ്നൽ നമ്മൾ കേൾക്കും. അപ്പോൾ ദിസ് ഈസ് വാട്ട് ഹാപ്പനിങ് ഇൻ എ സൂപ്പർ ഹെട്രോഡൈൻ AM റിസീവർ. ഓക്കെ, ഇതേപോലെ തന്നെയാണ് FM മോഡുലേഷൻ. ഒരൊറ്റ ബ്ലോക്കിന് മാത്രമേ വ്യത്യാസമുള്ളൂ. FM ചോദിച്ചാലും AM ചോദിച്ചാലും ഒരൊറ്റ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കാം. പക്ഷേ FM-ൻ്റെ കേസിൽ ഒരു ലിമിറ്ററും കൂടെ വരും. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ ലിസണിങ്.